കേന്ദ്ര ഗവൺമെന്റിന്റെ സ്വച്ഛ് ഭാരത് പരിപാടിയുമായി ബന്ധപ്പെട്ട് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് 2 വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിച്ചു. ഒന്ന് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചിറക്കലിലും മറ്റൊന്ന് കടന്നപ്പള്ളി ഹയർ സെക്കൻഡറി സ്കൂളിലും. ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പരിപാടിക്ക് വിദ്യാപ്രവീൺ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് PTA ടി അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സീനിയർ ഫെലോഷിപ്പ് CCRT മിനിസ്ട്രി ഓഫ് കൾച്ചർ S പ്രശാന്ത് കൃഷ്ണൻ, കഥകളി എക്സ്പോണന്റ് ലാസ്യ രത്നം കോട്ടക്കൽ രാജു മോഹൻ, യുവ പ്രതിഭാ പുരസ്കാർ ഭരതനാട്യം അശ്വിൻ ദേവ്, ശശികുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P പ്രശാന്തൻ, ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലൻ മോഹനൻ, രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ KV ശ്രീജിത്ത്, ഹെഡ്മിസ്ട്രസ് G സന്ധ്യ, TV കുട്ടികൃഷ്ണ മാരാർ, സുരേഷ് വർമ്മ, വിജ ഗിരീഷ്, പ്രഭാകരൻ M തുടങ്ങിയവർ അതിഥികളായെത്തി. പ്രസിദ്ധ ഷഹനായി വാദകൻ പാലക്കാട്ടെ മുഹമ്മദ് ഹുസൈനെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു. ഒപ്പം തന്നെ വിവിധ വ്യക്തികളെയും ആദരിച്ചു. തുടർന്ന് സ്റ്റേജിൽ കഥകളി ഡെമോൺസ്ട്രേഷൻ നടന്നു. നളചരിതം ആട്ടക്കഥയെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാനുള്ള ഭാഗമാണ് ഡെമോൺസ്ട്രേഷനായിട്ട് ലാസ്യരത്നം കോട്ടക്കൽ രാജുമോഹനനും സംഘവും അവതരിപ്പിച്ചത്. ക്ഷേത്രവാദ്യ സംബന്ധമായ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുക, കൂടാതെ അതിൻ്റെ കൂടെ തന്നെ മറ്റ് കലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് പ്രവർത്തിക്കുന്നത്. മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരെ ഞാൻ ആദരവോടെ ക്ഷണിക്കുകയാണ്. ലോകത്തിലുള്ള ഏറ്റവും നല്ല ഹയർ സെക്കൻഡറി സ്കൂൾ എവിടെയാണെന്ന് ചോദിച്ചാൽ എന്താണ് നിങ്ങളുടെ ഉത്തരം? ചിറക്കൽ രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല. ഞങ്ങളുടെ കുട്ടിക്കാലത്ത്, ഞാനിപ്പോഴും കുട്ടിയാണ്, മട്ടന്നൂർ ശങ്കരൻ കുട്ടിയാണ്. അത് കാരണം ഇപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കുട്ടിയാണ്. കുട്ടികൾക്ക് മാത്രമേ പഠിക്കാൻ അവകാശമുള്ളൂ, വലുതായി കഴിഞ്ഞാൽ പഠിക്കേണ്ട. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഓരോ നിമിഷങ്ങളിലും പഠിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കുട്ടിയാണ്. നിങ്ങളുടെ മാതിരി കുട്ടികൾ പഠിക്കുന്ന ഒരു വിദ്യാലയത്തിൽ, അത് പാലക്കാട് ജില്ലയിലാണ്, 20 വർഷം അധ്യാപകനായിട്ട് ജോലി ചെയ്ത് റിട്ടയർ ചെയ്ത ഒരാൾ കൂടിയാണ് ഞാൻ. अन्येषु वृक्षरधिगादिषु विषिदेषु घिनेदृशौ निषधभूमिपदे तदानीं हमसे सुवर्ण सुष
ഹർഷമേ ധഗരു പ്രമോദം യാവൽ സദാ വദശ ഇഷ്ട പ്രതിശ്രമേ സമ്പന്നമായ ഈ കലാപാരമ്പര്യത്തെപ്പറ്റിയും പഞ്ചവാദ്യം, കഥകളി ഇതെല്ലാം നമുക്ക് ഒരുമിച്ച് മനസ്സിലാക്കാനും ആസ്വദിക്കാനും കഴിയാനുള്ള ഒരു അവസരം നമുക്കിവിടെ ലഭ്യമായിട്ടുള്ളത്. നമ്മുടെ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഈ ഒരു പാരമ്പര്യം, സംസ്കാരം അതൊക്കെ നമുക്കിന്ന് നേരിട്ട് കണ്ടു മനസ്സിലാക്കാൻ നമുക്കിന്ന് കഴിയുന്നു. പത്മശ്രീ ഡോക്ടർ ചെറുതാനം കുഞ്ഞിരാമമാരായാലും നമുക്ക് വളരെ ചെറുപ്പകാലത്തൊട്ട് തന്നെ അദ്ദേഹത്തെ അറിയാം. നിരവധി സ്ഥലങ്ങളിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വാദ്യ കലാപരമായ കഴിവുകൾ നമ്മൾ കണ്ട് ആസ്വദിച്ചതാണ്. സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ പഠിച്ചു പോകുന്നതിൽ എനിക്കും തീരെ താല്പര്യമില്ല. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ നല്ല രീതിയിൽ തന്നെ പഠിച്ച്, നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് തന്നെ പഠിച്ച് നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാനും നമുക്ക് അതിനുള്ളൊരു ഇത് കിട്ടുകയുള്ളൂ. ആ ഒരു വിദ്യ കൊണ്ടാണ് ഞാൻ ഈ നിലയിൽ എത്താൻ സാധിച്ചത് എന്നെനിക്ക് വളരെയധികം അഭിമാനമുണ്ട്. രാജാസ് ഹൈസ്കൂളിൻ്റെ ആ കാലഘട്ടത്തെ ഹെഡ് മാസ്റ്റർ ശ്രീ KR രാജരാജവർമ്മ, അതിനുശേഷം CK രാമവർമ്മ രാജ തുടങ്ങിയവരായിരുന്നു. ആ കാലഘട്ടത്തിൽ ഉള്ള അധ്യാപകർ ഇന്നിവിടെ ഉണ്ടോ എന്ന് അറിയില്ല. ഇത് ശ്രീ പ്രശാന്ത് സാറിനെ എനിക്ക് റേഡിയോയിലൂടെ സംഭാഷണങ്ങൾ കേട്ടിട്ടൊക്കെ അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. ഞാൻ അഖില കേരള ക്ഷേമസഭ എന്ന സംഘടനയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ്, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയാണ്, വടക്കൻ മേഖലാ സെക്രട്ടറിയാണ്. കണ്ണൂർ, കോഴിക്കോട്, വയനാട്, കാസർഗോഡ് ഈ 4 ജില്ലയെ നോക്കുന്ന ഞാനൊരു വാദ്യകലാകാരനല്ല. പക്ഷേ വലിയൊരു വിഭാഗം വാദ്യേതര വിഭാഗത്തിലും ഉണ്ട്. നമ്മുടെ ശങ്കരൻകുട്ടിമാരാണ് കുട്ടി. ആ കുട്ടിയുടെ ഒരു ശിഷ്യനാണ് നമ്മുടെ കുഞ്ഞിരാമൻ സാറ്. എന്നും കുട്ടിയാണ്. ആ കുഞ്ഞിരാമൻ സാർ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കുട്ടികളെ പഠിപ്പിക്കുകയാണ്. കുട്ടികളോട് ഒന്ന് പറയാനുള്ളത്, ഈ ഉസ്താദുമാർ, ഗുരു, അത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടികളാവട്ടെ, ഉറുദു എന്ത് വിദ്യാഭ്യാസമുള്ള കുട്ടികളായാലും ഈ പഞ്ചവാദ്യം കല, അതേപോലെ കഥകളി എന്ന് പറയപ്പെടുന്ന എല്ലാ കലകളും ദൈവാനുഗ്രഹത്താൽ നമ്മൾക്ക് ഹൃദയത്തിൽ ഉണ്ടാവേണ്ട കലകളാണ്. അത് മാഷ് പറഞ്ഞു തരുമ്പോൾ ഒരക്ഷരം പോലും അത് പാഴാക്കാതെ ഹൃദയത്തിൽ കല്ലുകൊണ്ട് കുത്തുന്നത് പോലെ അത് മനസ്സിൽ വെച്ച് മനസ്സിലാക്കിയിട്ട് കിടന്നുറങ്ങാവൂ എന്നൊരു ദൃഢനിശ്ചയം കുട്ടികൾക്ക് വേണം. മക്കളെ ശക്തമായ രീതിയിൽ നമുക്കിവിടെ സംഘടിപ്പിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. അതിന് ഡൽഹി പഞ്ചവാദ്യ ട്രസ്റ്റ് അതിൻ്റെ ചെയർമാനായിരിക്കുന്ന ശ്രീ ഡോക്ടർ കുഞ്ഞിരാമന്മാർ അവരോടുമുള്ള നമ്മുടെ വിദ്യാലയത്തിൻ്റെ കടപ്പാട്, അതാണ് എനിക്കിവിടെ അറിയിക്കുവാനുള്ളത്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച സ്വച്ഛ ഭാരത് വർക്ക്ഷോപ്പ് നടത്താൻ നമ്മുടെ വിദ്യാലയത്തിലേക്ക് എത്തിച്ചേർന്ന ഉസ്താദ് മുഹമ്മദ് ഹുസൈൻ, യുവപ്രതിഭ അഷിഖ് എന്നിവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നാളെ തന്നെ വരനായി തിരഞ്ഞെടുക്കും എന്ന അവൾ കൂടാതെ നരവരനാശു കുതുക ആമെന്നോർത്തന്നു ഇതമൊടു പിടിക്കോരളവിലെ കണക്കും ശോകം പൂണ്ടവനഥ കുരോധ
ശിവ ചെയ്യൂ ഞാൻ എന്നെ ശിവ എന്തു ചെയ്യൂ ഞാൻ എന്നെ ശിവ ദിവസം മമ ദിവസം ജനകൻ മരിച്ചു പോയി ജനകൻ മരിച്ചു പോയി ജനകൻ മരിച്ചു പോയി ജനനീ തന്റെ ദശ അഭിചമമദൈത കളിയല്ല അഭിചമമദൈത കളിയല്ല അഭിചമമദൈത നദി ചിരസൂട കളിയല്ല നദി ചിരസൂട കളിയല്ല നദി ചിരസൂട പ്രാണൻ കളയുമതി മനസ്സിരുചി ജനകം മനസ്സിരുചി ജനകം രഘുമതി കനകം അയ്യോ ഗുണവും Idi sarvadina gharo bisrito nija jana sannidhin you